Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ macOS Sonoma ഇപ്പോൾ ഒഫീഷ്യലി നമുക്ക് റിലീസ് ആവുകയാണ്. ഈ ഒരു അപ്ഡേഷൻ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസും ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഡിവൈസ് ആ ഒരു ലിസ്റ്റിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും macOS Sonoma എന്ന് പറഞ്ഞ പുതിയ അപ്ഡേഷൻ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ഡിവൈസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു macOS Sonomയുടെ അപ്ഡേഷൻ്റെ വിശേഷം പറയുന്നത് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഇടുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റി മെമ്പറായിട്ടും മാറാൻ പറ്റുന്നതാണ്. തുടക്കം തന്നെ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ്റെ നമ്മുടെ വാൾപേപ്പർ സെലക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു വാൾപേപ്പർ സെലക്ഷൻ തന്നെ ആപ്പിൾ ഏകദേശം 22 പുതിയ ആനിമേഷൻ വാൾപേപ്പറും 100ന് മുകളിലായിട്ട് നോൺ ആനിമേഷൻ വാൾപേപ്പേഴ്സും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. അത് സെലക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഈ പറഞ്ഞ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ചേഞ്ച് വാൾപേപ്പറിന് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഡൈനാമിക് വാൾപേപ്പർ ഉണ്ട്. സൊണോമ എന്നുള്ള വാൾപേപ്പറാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഒഫീഷ്യലായിട്ടുള്ള നമ്മുടെ macOS സൊണോമയുടെ വാൾപേപ്പർ. ഇതിൽ നമുക്ക് ഡാർക്കും ലൈറ്റും മോഡ് വരുന്നുണ്ട്. ഇവിടെ തന്നെ വെഞ്ചൂറ, മോൺട്രേ, ബിഗ്സർ, കാറ്റലീനിയ എന്നീ പറഞ്ഞ എല്ലാ macOSൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ്സിൻ്റെ വാൾപേപ്പറും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 31 പുതിയ വാൾപേപ്പർ അല്ലെങ്കിൽ 31 ഈ പറഞ്ഞ ഡൈനാമിക് വാൾപേപ്പറിൽ വരുന്നത്. താഴത്തേക്ക് പോകുമ്പോൾ ലാൻഡ്സ്കേപ്പ് വരുന്നുണ്ട്, 61 പുതിയ വാൾപേപ്പർ വരുന്നുണ്ട്. സിറ്റിസ്കേപ്പ് വരുന്നുണ്ട്, 30 പുതിയത് വരുന്നുണ്ട്. അണ്ടർ വാട്ടർ, എർത്ത്, ഇവിടെ എല്ലാം നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും 22, 21, 5 എന്നീ പറഞ്ഞ കുറേയധികം നമ്പേഴ്സിൽ ആപ്പിൾ വാൾപേപ്പർ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ പിക്ചേഴ്സിൽ നമ്മൾ യൂഷ്വലി കണ്ടിട്ടുള്ള ആ ഒരു പിക്ചേഴ്സ് കളക്ഷൻ തന്നെയാണ്, പക്ഷേ എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്താണ് ആപ്പിൾ വെച്ചിരിക്കുന്നത്. ഇവിടെ ലാൻഡ്സ്കേപ്പിൽ ഷോ ഓൾ കൊടുത്താൽ ഇവിടെ മനസ്സിലാവും സൊണോമ ഹൊറിസോൺ, സൊണോമ ഈവനിങ്, സൊണോമ ക്ലൗഡ്സ്, സൊണോമ ഫ്രം എബോവ് എന്നീ പറഞ്ഞ എല്ലാ ഓപ്ഷൻസിലും ആപ്പിൾ വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ താഴത്തേക്ക് പോവുകയാണെങ്കിൽ എർത്തിൽ നമുക്ക് ഷോ ഓൾ എന്നുണ്ടാവും, നമ്മളത് കൊടുക്കുക. ഇവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ വെക്കുന്ന വാൾപേപ്പറിൽ നമുക്ക് ഈ ഒരു ഡൗൺലോഡിൻ്റെ ക്ലിഫ് ഉണ്ടാവും. നമ്മൾ ഡൗൺലോഡ് ചെയ്ത വാൾപേപ്പർ ആണെങ്കിൽ നമുക്ക് ആ ഒരു ഗ്ലിഫ് കാണില്ല. അങ്ങനെയാണ് നമുക്ക് ഡൗൺലോഡഡ് വാൾപേപ്പേഴ്സ് തിരിച്ചറിയുന്നത്. ഈ ഒരു ഡൗൺലോഡഡ് വാൾപേപ്പേഴ്സ് ചെയ്യാനായിട്ട് അത്യാവശ്യം സമയം എടുക്കും. കാരണം ഇതൊരു 4K തൊട്ട് 8K വരെ ക്വാളിറ്റി ഉണ്ടാവുന്ന ഒരു വാൾപേപ്പറാണ്. ഞാൻ ഇപ്പോൾ ഈ നോർത്ത് അറ്റ്ലാന്റിക് എന്ന വാൾപേപ്പർ സെലക്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും യാതൊരു വ്യത്യാസമില്ല. യൂഷ്വലി നമ്മൾ കാണുന്ന ഒരു എർത്തിൻ്റെ വാൾപേപ്പർ അല്ലേ എന്ന് ചിന്തിക്കും. പക്ഷേ ഞാൻ എൻ്റെ ഡിവൈസ് ലോക്ക് ചെയ്യുകയാണെന്ന് കരുതുക. ഇപ്പോൾ ആ ഒരു വാൾപേപ്പർ ഒരു ജസ്റ്റ് ആനിമേഷനായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഡേറ്റും ആ ഒരു ടൈമും ലൈറ്റിൻ്റെ ആ ഒരു ഒപ്പേസിറ്റി അനുസരിച്ച് മാറിയിരിക്കുന്നതും നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഞാൻ എൻ്റെ പാസ്കോഡോ അല്ലെങ്കിൽ ടച്ച് ID വെച്ചാൽ ആ ഒരു ആനിമേഷൻ ഉണ്ടാകുന്ന ചെറിയൊരു മാറ്റം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കറക്റ്റായിട്ട് ഒരു ഫ്ലോയിൽ പോകുന്ന ഈ ഒരു വാൾപേപ്പർ ഞാൻ ടച്ച് ID ഉപയോഗിച്ച് എൻ്റെ ഡിവൈസ് അൺലോക്ക് ചെയ്യാണ്. ഒരു സ്ലോ പേസിൽ ആ ഒരു വാൾപേപ്പർ നിന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു വാൾപേപ്പർ മാത്രമല്ല, നമ്മുടെ നേരത്തെ കണ്ട വാൾപേപ്പർ സെലക്ഷനിലെ എല്ലാ വാൾപേപ്പേഴ്സും ഇതേപോലെ ചെറിയ ആനിമേഷനിൽ നമുക്ക് മാറാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാൻ ഈ സൊണോമ ഹൊറിസോൺ എടുത്തിട്ടുണ്ട്, ഞാൻ ക്ലോസ് ചെയ്തു. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ലോക്ക് ചെയ്യാണ്. ഇപ്പോൾ ആനിമേഷൻ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു സ്ലോ പേസിലാണ് ആ ഒരു ആനിമേഷൻ വർക്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഡിവൈസ് അൺലോക്ക് ചെയ്യുമ്പോൾ അതേപോലെ ഒരു സ്ലോ പേസിൽ വന്ന് ആ ഒരു ആനിമേഷൻ സ്റ്റോപ്പ് ആവുന്നത് നിങ്ങളുടെ കാണാൻ പറ്റും. ഇനി നമ്മുടെ അടുത്ത മാറ്റം വന്നിരിക്കുന്നത് വിജറ്റ്സിലാണ്. യൂഷ്വലി നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ഡെസ്ക്ടോപ്പാണ് ഈ കാണുന്നത്. നമ്മൾ സ്റ്റേജ് മാനേജർ ഓൺ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഹൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ കൂടുതൽ യൂട്ടിലിറ്റി വേണമെങ്കിൽ നമുക്ക് വിജറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ മൗസിൽ 2 ടാപ്പ് ചെയ്യുക. ഇവിടെ എഡിറ്റ് വിജറ്റ് എന്നുണ്ടാവും, അത് സെലക്ട് ചെയ്യുക. ഇവിടെയാണ് നമ്മുടെ വിജറ്റ് സെക്ഷൻസ് ആപ്പിൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ബാറ്ററീസ് കാണാം, ബഡി വാച്ച് കാണാം. ബഡി വാച്ച് എന്ന ആപ്പ് എൻ്റെ മാക്ബുക്കിൽ ഇൻസ്റ്റാൾഡ് അല്ല. പിന്നെ എങ്ങനെയാണ് ഈ ബഡി വാച്ച് വന്നതെന്ന് വെച്ചാൽ എൻ്റെ ഐഫോണിലുണ്ടാകുന്ന ആ ഒരു വിജറ്റ്സ് അല്ലെങ്കിൽ ആപ്പാണ് ഈ കാണുന്ന ബഡി വാച്ച് എന്ന് പറയുന്നത്. എൻ്റെ ഡിവൈസ് ഈ പറഞ്ഞ മാക്ബുക്കും ഐഫോണും അടുത്ത് തന്നെ വേണം. അതേപോലെ സെയിം വൈഫൈ കണക്ഷൻ ആണെങ്കിൽ എൻ്റെ ഐഫോണിലുള്ള സെയിം വിജറ്റ്സ് എനിക്ക് മാക്ബുക്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഈ ഒരു ബാറ്ററിയിൽ ഞാനൊരു പുതിയ വിജറ്റ് ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം എനിക്കിപ്പോൾ ക്ലോക്കിലേക്ക് പോയി കഴിഞ്ഞ് ഞാനിവിടെ വേൾഡ് ടൈം ആഡ് ചെയ്യുകയാണ്. അതേപോലെ ഞാനിപ്പോൾ കലണ്ടറിലേക്ക് പോയിട്ട് ഞാനിപ്പോൾ ഈ ഒരു വിജറ്റ് ആഡ് ചെയ്യുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഈ ഒരു വിജറ്റ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. എവിടെയാണെങ്കിലും
നമ്മുടെ ഈ വിജിറ്റ് നമ്മുടെ ഇഷ്ടത്തിനാണ് പ്ലേസ് ചെയ്യുന്നത്. അല്ല നമുക്കിപ്പോൾ മാറ്റണമെങ്കിൽ ഈ ഒരു വിജിറ്റ് എവിടെ വേണമെങ്കിലും മാറ്റാം. ഏത് സ്ഥലത്ത് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്തിടാനുള്ള ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം വന്നിട്ടുണ്ട്, അതേപോലെ LGയുടെ ബാക്കി കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ന്യൂസ് വന്നിട്ടുണ്ട്, ഫോൺ പേ, ഫോട്ടോസ്, പോഡ്കാസ്റ്റ് എന്നീ പറഞ്ഞ കുറേയധികം ഓപ്ഷൻസ് നമ്മുടെ ഈ പറഞ്ഞ ഐഫോണിൽ നിന്നും മാക്ബുക്കിൽ നിന്നും എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കൂടി നോക്കുമ്പോൾ മനസ്സിലാവും, ഓൺ ദിസ് മാക്ക് എന്നും ഫ്രൈ ഐഫോൺ എന്നും. ഐഫോണിൽ നിന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഐഫോണിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ഓപ്ഷൻസും ഇവിടെ ആപ്പിൾ കാണിച്ചു തരുന്നുണ്ട്. അതോടൊപ്പം ഞാനിപ്പോൾ ഡൺ കൊടുത്തു. ഇവിടെ ഈ ഒരു വിജിറ്റ് സെക്ഷനിൽ എനിക്ക് വേൾഡ് ക്ലോക്ക് ഒന്ന് എഡിറ്റ് ചെയ്യണം. ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ റൈറ്റ് ക്ലിക്ക് ചെയ്തു. ഇവിടെ എഡിറ്റ് ക്ലോക്ക് എന്നുണ്ട്. നമുക്ക് സൈസ് അവിടെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ യൂഷ്വലി iOS-ലേക്ക് കാണുന്നത് ആ ഒരു വിജിറ്റ് നമുക്ക് ചില സമയത്ത് റിമൂവ് ചെയ്യേണ്ടി വരും. അതിനുശേഷം നമ്മൾ ഒന്നും കൂടെ ആ ഒരു സൈസ് നോക്കിയിട്ട് നമ്മൾ ആ ഒരു വിജിറ്റ് ആഡ് ചെയ്യണം. പക്ഷെ നമുക്ക് ഇവിടെ എളുപ്പത്തിന് സൈസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ആപ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് ക്ലോക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ സമയങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കൊടുക്കാനുള്ള ഓപ്ഷനും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ഈ വിജിറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു ഫൈൻഡർ എടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി വിജിറ്റ്സ് കളർ ഔട്ട് ആയത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ പറഞ്ഞ സിസ്റ്റം സെറ്റിങ്സിലേക്ക് പോകാം. സിസ്റ്റം സെറ്റിങ്സിൽ പോയി കണ്ട് നേരെ താഴത്തേക്ക് പോകുമ്പോൾ ഡെസ്ക്ടോപ്പ് ആൻഡ് ഡോക്ക് എന്നുണ്ടാവും. നമുക്ക് അത് സെലക്ട് ചെയ്യുക. നേരെ നമ്മൾ താഴത്തേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ വിജിറ്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. വിജിറ്റ് സ്റ്റൈലിൽ നമുക്ക് കളറ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക് ഇട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു കളർ ചേഞ്ച് ആവും. ഫുൾ കളർ ഇട്ടാൽ എപ്പോഴും ആ ഒരു കളറ് അവിടെ നിൽക്കും. ഇനി ഞാൻ മോണോക്രോം ഇട്ടാൽ ഏത് സമയത്തും ആ ഒരു കളറ് മോണോക്രോമായിട്ട് അവിടെ നിൽക്കുന്നതാണ്. ആ ഒരു ഓപ്ഷൻ നമുക്കിവിടെ ഈ പറഞ്ഞ ഡെസ്ക്ടോപ്പ് ആൻഡ് ഡോക്കിൽ വരുന്നുണ്ട്. അതേപോലെ യൂസ് ഐഫോൺ വിജിറ്റ് എന്ന ടോഗിൾ നിങ്ങൾ ഓൺ ചെയ്തിട്ടാൽ മാത്രമാണ് ഐഫോണിൽ നിന്ന് നിങ്ങൾക്ക് ബാക്കി എല്ലാ വിജിറ്റ്സും ഈ പറഞ്ഞ മാക്ബുക്കിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഞാൻ ഈ ഒരു സ്ക്രീനിൽ പെട്ടെന്ന് ടാപ്പ് ചെയ്തു. ആ ഒരു ആപ്പ് അല്ലെങ്കിൽ ആ സിസ്റ്റം സെറ്റിംഗ് സ്ക്രീൻ നേരെ പൊക്കത്തേക്ക് പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ വരും. ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. പിന്നെ ഞാൻ ഈ ഒരു സൈഡിൽ ടാപ്പ് ചെയ്താൽ എവിടെ ടാപ്പ് ചെയ്താലും ആ ഒരു എടുത്ത ടാബ് നിങ്ങൾക്ക് അപ്പം തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ഈ പറഞ്ഞ ഈസി ഓഫ് ആക്സസിന് വേണ്ടി ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്ന പുതിയൊരു മാറ്റമാണ്. നമ്മൾ യൂഷ്വലി സ്ക്രീനിൽ ടാപ്പ് ചെയ്യുമ്പോൾ യൂഷ്വലി ഈ പറഞ്ഞ സ്ക്രീൻ ജസ്റ്റ് കളർ ഔട്ട് ആവാറാണ് പതിവ്. പക്ഷേ ഇനി മുതൽ നമുക്ക് ഈസി ഓഫ് ആക്സസിന് പെട്ടെന്ന് എന്തെങ്കിലും എടുക്കണം എന്നാണെങ്കിൽ ആ ഒരു ഓപ്ഷനും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത് വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ കീബോർഡിലാണ്. ഇവിടെ ഞാൻ എൻ്റെ കീബോർഡിൽ ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു പുതിയ ഐക്കൺ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ഈ പറഞ്ഞ കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന ആ ഒരു ക്യാപ്സ് ലോക്കിൻ്റെ ചിഹ്നം കാണാൻ വരുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്താൽ ആ ഒരു ചിഹ്നം അപ്പോൾ തന്നെ പോകുന്നതുമായിരിക്കും. നമ്മുടെ അടുത്ത വന്നിരിക്കുന്ന മാറ്റം നേരെ നമ്മൾ സിസ്റ്റം സെറ്റിങ്സിലേക്ക് പോവാം. സിറി ആൻഡ് സ്പോട്ട് ലൈറ്റിലേക്ക് പോവാം. ഇവിടെ നമ്മുടെ സിറിക്കും നമുക്ക് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇനി മുതൽ നമുക്ക് ഹേയ് സിറി വിളിച്ചില്ലെങ്കിലും സിറി എന്ന് ആക്സസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പറഞ്ഞ പേഴ്സണൽ അസിസ്റ്റൻറ്റിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത വന്ന മാറ്റം നമ്മുടെ സഫാരിയിലേക്കാണ്. നേരെ സഫാരിയിലേക്ക് പോവാം. ഈ ഒരു സഫാരിയിൽ നമുക്ക് കുറേയധികം ഓപ്ഷൻസ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒന്നാമതാണ് ഇപ്പോൾ ഞാൻ നമ്മുടെ ഈ പറയുന്ന ആപ്പിൾ വെബ്സൈറ്റിലേക്ക് പോയി. ആപ്പിൾ വെബ്സൈറ്റിൽ പോയി കണ്ട് ഞാൻ ഫയൽ എന്ന ഓപ്ഷൻ എടുത്തു. ഫയൽ എന്ന ഓപ്ഷൻ എടുത്ത് ഞാൻ താഴത്തേക്ക് പോകുമ്പോഴത്തേക്കും എനിക്ക് ഇവിടെ ആഡ് ടു ഡോക്ക് എന്നൊരു പുതിയ ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഞാൻ അത് ടാപ്പ് ചെയ്തു. ആ ടാപ്പ് ചെയ്യുമ്പോൾ പേരും അതേപോലെ വെബ്സൈറ്റിൻ്റെ ലിങ്കും എനിക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആഡ് കൊടുത്തു. ഇവിടെ അതിനുശേഷം നിങ്ങൾക്ക് പുതിയ മാറ്റം ശ്രദ്ധിക്കാൻ പറ്റും. ആപ്പിളിൻ്റെ വെബ്സൈറ്റ് ഇവിടെ ഒരു ആപ്പ് ഐക്കണായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഒരു ഓപ്ഷൻ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഏതെങ്കിലും വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഇതേപോലെ ഡോക്കിലേക്ക് എടുത്തിടാൻ പറ്റും. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ നമുക്ക് ഡയറക്റ്റായിട്ട് ആ ഒരു സൈഡിലേക്ക് തന്നെ പോകാൻ പറ്റുന്നതാണ്. അത് എന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെയാണ്. അതേപോലെ നമുക്ക് ആ ഒറ്റൊരു പേജ് മാത്രമാണ് ലഭിക്കുന്നത്. നമുക്ക് വേറെ ഒരു പേജിലേക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, നമുക്ക് ആപ്പിൾ വെബ്സൈറ്റ് മാത്രമാണ് ലഭിക്കുന്നത്. അല്ലാതെ നമുക്ക് വേറെ പുതിയ ടാബ് എടുക്കാനോ അല്ലെങ്കിൽ സഫാരിയിൽ ചെയ്യുന്ന പോലെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ഈ പറഞ്ഞ ഡോക്കിൽ വെച്ചിരിക്കുന്ന ആ ഒരു വെബ്സൈറ്റിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നീട് സഫാരിയിൽ വന്നിരിക്കുന്ന മാറ്റം എവിടെ വെച്ചാൽ നമ്മൾ സഫാരിയിൽ പോവാം. നമുക്ക് ഇനി മുതൽ പുതിയ ഒരു പ്രൊഫൈലുകൾ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് സഫാരി എന്ന ഓപ്ഷൻ എടുക്കുക. ഇവിടെ ക്രിയേറ്റ് പ്രൊഫൈൽ എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ ക്രിയേറ്റ് പ്രൊഫൈൽ എന്ന ഓപ്ഷൻ വരുമ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് അതേപോലെ എഡ്യൂക്കേഷണൽ കാര്യങ്ങൾക്ക്
പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമ്മുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഫാമിലി റിലേറ്റീവ്സ് നമ്മുടെ മാക്ക് കൊടുക്കുകയാണ് അവർക്ക് ആ ഒരു മോഡ് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ സ്റ്റാർട്ട് യൂസിങ് പ്രൊഫൈൽസ് കൊടുത്തു. ഇവിടെ ഞാനിപ്പോൾ ട്രയൽ എന്ന് കൊടുത്തു. ആൻഡ് എഡ്യൂക്കേഷൻ്റെ ആ ഒരു ഗ്ലിഫ് ഇട്ടു. കളർ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ പറഞ്ഞ യെല്ലോയിലേക്ക് ചേഞ്ച് ചെയ്തു. അതിനുശേഷം ഞാൻ പറയുന്നതാണ് ഈ ഒരു ഓപ്ഷൻ എനിക്ക് കാണാൻ പറ്റും, ക്രിയേറ്റ് ന്യൂ ബുക്ക് മാർക്ക് ഫോൾഡർ, യൂസ് എക്സിസ്റ്റിംഗ് ഫോൾഡേഴ്സ്. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ന്യൂ കൊടുത്താൽ മാത്രമാണ് പുതിയ ഒരു യൂസറായിട്ട് അല്ലെങ്കിൽ പുതിയ ഒരു ലോഗിൻ അക്കൗണ്ടായിട്ട് നമ്മുടെ സഫാരി മാറുള്ളൂ. ക്രിയേറ്റ് പ്രൊഫൈൽ കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു ട്രയൽ എന്ന ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. വേറെ ഒരു ബുക്ക് മാർക്സോ കാര്യങ്ങളോ ഒന്നും ഇവിടെ വന്നിട്ടില്ല. പക്ഷേ എൻ്റെ പേഴ്സണൽ പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ യൂസ് ചെയ്യുന്ന ആ ഒരു സഫാരി നിങ്ങൾക്ക് മനസ്സിലാവും ഫേവറേറ്റ്സും ബാക്കി കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് പേഴ്സണൽ എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ ട്രയൽ എന്ന ഓപ്ഷനും വന്നിട്ടുണ്ട്. ഈ ഒരു ട്രയൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പേജുകളിലെ ബാക്കി കാര്യങ്ങൾ എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാം. സ്വിച്ച് ടു പേഴ്സണൽ വിൻഡോയും നമുക്ക് ചെയ്യാൻ പറ്റും. അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പേഴ്സണൽ വിൻഡോയിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് പോകാൻ പറ്റുന്നതാണ്. പ്രൈവറ്റ് ബ്രൗസിങ്ങിൽ പുതിയതായിട്ട് വന്നിരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലോക്ക്ഡ് പ്രൈവറ്റ് ബ്രൗസിംഗ് ഉണ്ട്. നമ്മുടെ ഈ പറഞ്ഞ ടച്ച് ഐഡിയോ അല്ലെങ്കിൽ പാസ്കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൈവറ്റ് ബ്രൗസിംഗ് യൂസ് ചെയ്യാൻ പറ്റും. അഡ്വാൻസ് ട്രാക്കിംഗ് ആൻഡ് ഫിംഗർ പ്രിൻറ്റിംഗ് പ്രൊട്ടക്ഷൻ നമുക്കിവിടെ കൊണ്ടുവന്നുണ്ട്. അതേപോലെ എൻഹാൻസ്ഡ് ആയിട്ടുള്ള എക്സ്റ്റൻഷൻ കൺട്രോൾ വരുന്നുണ്ട്. സിറി സജഷൻസ് അല്ലെങ്കിൽ സെർച്ച് സജഷൻസ് വരുന്നുണ്ട്. ഈ പറഞ്ഞ പുതിയ ഓപ്ഷൻസും നമ്മുടെ ഈ പറഞ്ഞ പ്രൈവറ്റ് ബ്രൗസിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് വരുന്നതാണ്. പിന്നീട് വരുന്ന നമ്മുടെ മാറ്റം എന്നാണ് നമ്മുടെ macOS സോണോമയിൽ ഇനി മുതൽ കുറച്ചും കൂടെ ഗെയിമിംഗ് ബെറ്റർ ആക്കാൻ വേണ്ടി ആപ്പിൾ CPU-ൻ്റെയും GPU-ൻ്റെയും പെർഫോമൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആപ്പിൾ നോക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ macOS സോണോമയിൽ ഗെയിം കളിക്കുമ്പോൾ നമ്മുടെ ഡിവൈസിലെ ബാക്ക്ഗ്രൗണ്ട് നടക്കുന്ന ആക്ടിവിറ്റീസ് കുറച്ചിട്ട് ഗെയിംസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള ആ ഒരു ഓപ്ഷൻസും macOS സോണോമയിൽ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഇനി വരുന്ന അടുത്ത മാറ്റം എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന ഫോട്ടോസിലാണ്. ഫോട്ടോസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇനി മുതൽ നമ്മുടെ ഫോട്ടോസിൽ പെറ്റ്സിൻ്റെ ആൽബം വരുന്നതാണ്. അതേപോലെ നമുക്ക് കുറേയധികം ഫോട്ടോ വിജിറ്റ്സുകൾ വരും. നമ്മുടെ ഫോക്കസ് പോയിന്റുകൾ നമുക്ക് മാറ്റാൻ പറ്റും. iPhone 13 ഓർ ന്യൂവർ ആണ് നമ്മുടെ ഇരിക്കുന്നത്. അതേപോലെ iOS 16 സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ iOS 16 ഓർ ലേറ്റർ ആണ് നമ്മുടെ ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ ഫോട്ടോ എടുത്തതിന് ശേഷവും നമുക്ക് ഈ പറഞ്ഞ ഫോക്കസ് മോഡുകൾ മാറ്റാൻ പറ്റുന്നതാണ്. നമ്മുടെ കസ്റ്റമൈസബിൾ മെമ്മറീസും നമുക്ക് ഇനി മുതൽ ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ അടുത്ത വന്നിരിക്കുന്ന മാറ്റം ഈ പറയുന്ന സിസ്റ്റം സെറ്റിങ്സിലാണ്. നമ്മൾ സിസ്റ്റം സെറ്റിങ്സിലേക്ക് പോവാം. ഇവിടെ നമ്മുടെ ആക്സസിബിലിറ്റീസ് എന്ന ഓപ്ഷനിൽ നമ്മൾ താഴത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പേഴ്സണൽ വോയിസ് എന്ന. ഈ പേഴ്സണൽ വോയിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സൗണ്ട് പോകാനുള്ള റിസ്ക് ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ സൗണ്ട് എങ്ങനെ ക്ലോൺ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഏഴ് സഹായം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പേഴ്സണൽ വോയിസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് എ പേഴ്സണൽ വോയിസ് എന്ന് കൊടുത്താൽ നമ്മുടെ പാസ്കോഡ് നമുക്ക് കൊടുക്കണം. പാസ്കോഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഒരു ജേർണൽ പോലത്തെ കാര്യങ്ങൾ കിട്ടും. നമുക്ക് ഏകദേശം 150 ഫ്രേസ് നമ്മൾ കറക്റ്റായിട്ട് വായിക്കണം, ഏകദേശം 15 മിനിറ്റിൽ. അതിനുശേഷം നമ്മുടെ മാക്കിൽ തന്നെയായിരിക്കും ഈ പറഞ്ഞ ഈ ഒരു വോയിസിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം സേവ് ആവുന്നത്. ക്ലൗഡിലേക്കോ ബാക്കി ഒരു കാര്യത്തിലേക്കോ നമ്മൾ ഈ പറഞ്ഞ പേഴ്സണൽ വോയിസിൻ്റെ സൗണ്ടിൻ്റെ ഡാറ്റ പോകുന്നതായിരിക്കില്ല. അതേപോലെ നമുക്ക് ലൈവ് സ്പീച്ച് നമ്മുടെ ഫേസ് ടൈമിലും ഫോണിലും അസിസ്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആപ്പിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ എല്ലാ ഓപ്ഷൻസും നമ്മുടെ പേഴ്സണൽ വോയിസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് വരുന്നുണ്ട്. അടുത്ത വന്ന മാറ്റം നമ്മുടെ മെസ്സേജസിലാണ്. മെസ്സേജസിൽ നമുക്ക് ഇനി മുതൽ കുറേയധികം ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റിക്കേഴ്സ് നമുക്ക് ഇനി മുതൽ നമ്മുടെ ഈ പറയുന്ന macOS സോണോമയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മുടെ ഈ ഒരു ആപ്പ് വിജിറ്റിലെടുക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ ആ ഒരു ചെറിയ മാറ്റങ്ങളും നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും. ഇതിൽ സ്റ്റിക്കേഴ്സിൻ്റെയും ബാക്കി കാര്യങ്ങളെല്ലാം ആപ്പിൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ ഫേസ് ടൈമിലാണ്. അത് നേരെ നമ്മുടെ ഈ പറഞ്ഞ ഫേസ് ടൈമിലേക്ക് പോവാം. ഫേസ് ടൈമിലേക്ക് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു ഫേസ് ടൈമിൻ്റെ ചിഹ്നത്തിൻ്റെ ഇവിടെയായിട്ട് നമുക്കൊരു ചെറിയൊരു ഐക്കൺ കാണാൻ പറ്റും. അവിടെ ടാപ്പ് ചെയ്യുക. ഇവിടെ നമ്മുടെ ഈ പറഞ്ഞ ഫേസ് ടൈം ഓപ്ഷനിൽ പോർട്രേറ്റ് വരുന്നുണ്ട്, സ്റ്റുഡിയോ ലൈറ്റ് വരുന്നുണ്ട്, റിയാക്ഷൻസ് വരുന്നുണ്ട്. റിയാക്ഷൻസ് നമുക്ക് ഇഷ്ടമുള്ള റിയാക്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ തമ്പ് ഇംപ്രഷൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ആ ഒരു ആനിമേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ ഡബിൾ തമ്പ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള ആനിമേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ ഈ പറഞ്ഞ ഡബിൾ തമ്പ് താഴത്തേക്ക് കാണിക്കുമ്പോഴും ആ ഒരു ആനിമേഷൻ കാണാൻ പറ്റും. ഈ ഒരു സിംഗിൾ തമ്പ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇവിടെ തന്നെ കുറേ ആനിമേഷൻസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്.
അതേപോലെ നിങ്ങൾ ഫേസ് ടൈം ഓൺ കോൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫേസ് ടൈം കോളിൽ പ്രസൻറ്റേഷൻസും മാറ്റാനുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. ആ ഒരു പ്രസൻറ്റേഷൻ മാറ്റാനുള്ള ഓപ്ഷൻ വരുന്നത് ഈ ഒരു സെയിം സൈഡിൽ തന്നെയാണ്. കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ക്രീൻ ഷെയർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഫേസ് ടൈം കോൾ നമ്മൾ പ്രസൻറ്റേഷൻ കോളായിട്ട് മാറ്റുന്നത്. ആ ഒരു കാര്യം ചെയ്യാനായിട്ട് നമുക്ക് പേഴ്സണലായിട്ട് ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് മീറ്റിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫേസ് ടൈം കോൾ നമ്മൾ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അതേപോലെ അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ സെറ്റിങ്സിൽ എയർപോഡ്സ് കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഓപ്ഷൻ വരുന്നത്. ഇനി മുതൽ നമ്മുടെ എയർപോഡ്സും ഈ പറഞ്ഞ മാക്കും ഐഫോണുമായിട്ട് ഈസി ആൻഡ് ഫാസ്റ്റ് സ്വിച്ചിങ് ആണ് നടക്കാൻ പോകുന്നത്. ഇത്ര നാൾ നമുക്ക് ചെറിയൊരു ലാഗ് അല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നം ആ ഒരു ഓട്ടോ കണക്ടിവിറ്റി അല്ലെങ്കിൽ ഓട്ടോ സ്വിച്ചിങ്ങിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി മുതൽ നമ്മുടെ ഈ പറഞ്ഞ macOS സൊണോമയായിട്ടും നമ്മുടെ iOS 17 ആയിട്ടും കണക്ട് ചെയ്തിരിക്കുന്ന എയർപോഡ്സ് സീംലെസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ macOS സൊണോമയുടെ ഏറ്റവും ആദ്യത്തെ അല്ലെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം കുറേയധികം ഇൻഡെപ്ത് ഹിഡൻ ഡീറ്റെയിൽസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലിനെയും കൂടെ എന്തായാലും എനേബിൾ ചെയ്യുന്നതാണ്. ആൻഡ് ഇതേപോലെ പുതിയ പുതിയ അപ്ഡേഷൻസ് അറിയാനായിട്ട് നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ ഇടുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാൻ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റുന്നതായിരിക്കും. അതല്ല ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് നിന്ന് കൊടുത്തേക്കാം. ഗോ ഫോളോ മീ ഇൻ Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Abika.